പറ്റിയോ? പറ്റിയെന്തോ? ആന്റണി വല്ലതും പറ്റിയാ? നോ പ്രോബ്ലം. ക്യാരി ഓൺ. ക്യാരി ഓൺ. എന്നാ ഞങ്ങൾ പോവാ. ആ ഋഷി, ഇതെന്തോ മയക്കമരുന്നുകളാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ എന്റെ കിറ്റിൽ വന്നു? നമ്മളെല്ലാം കരുവാക്കി ആരോ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അല്ല, ഇത് മയക്കുമരുന്നാണോ? ആര് വെച്ചെന്ന് ആർക്കറിയാം. ഏതായാലും റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകണ്ട, നമുക്കിത് കളഞ്ഞേക്കാം. നിക്കു ജോസ്, നമുക്കിത് നായർ സാബിനോട് റിപ്പോർട്ട് ചെയ്യണം. വയർലെസ് എടുക്കും. അരുണേ വേണ്ട. ക്യാമ്പിൽ കിടന്ന ബൈക്കിനുള്ളിൽ വെച്ചവൻ നിസാരനല്ല. ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുടുങ്ങുന്ന നമ്മളായിരിക്കും. വിടാ, നിങ്ങൾക്ക് എന്താ ഇതില്? ആന്റണി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഋഷി, ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാ. ഇത് റിപ്പോർട്ട് ചെയ്യരുത്. എത്ര പണം വേണമെങ്കിലും തരാം. ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ ഇല്ല, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എന്നാ നമുക്ക് കളഞ്ഞേക്കാം. റിപ്പോർട്ട് ചെയ്യരുത്. നായർ സാബ് ഇതറിഞ്ഞാ ഞങ്ങളെ കൊന്നുകളയും. അയ്യോ, നായർ സാബ് വരുന്നു. അരുണേ, നീ ഞങ്ങളെ ചതിക്കൂ. പ്ലീസ് ആന്റണി, ചതിക്കരുത്. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ കുഴപ്പമൊന്നും? ആന്റണിയുടെ ബൈക്കിന്റെ ബ്രേക്ക് പോയി, ഇവിടെ വീണു. ബ്രേക്കില്ല. ഞാൻ തന്നെ ഇന്നലെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താണല്ലോ. ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? തനിക്കെന്ത് പറ്റി? തന്റെ വെള്ളത്തിലൊന്നും എന്നോട് വേണ്ട. കയറാൻ. ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി താൻ ചത്തുപോയാൽ തന്റെ ഡെഡ് ബോഡി ഞാൻ നാട്ടിലെത്തിച്ചോളാം. കയറ്. പോണം. ഗോപ, എന്താണ്? ഗോപൻ, proceed man. ഗോപകുമാർ, come along. Proceed. കുമാറിനെ വിളിക്കേ. ഹലോ, കുമാർ ഹിയർ. യെസ് കുമാർ. കുമാർ, ആകെ കുഴപ്പമായി. ആന്റണി ഡ്രഗ്സ് കണ്ടു. അവനെ വിശ്വസിക്കാൻ വയ്യ. അവൻ നമ്മളെ ചതിക്കും. ഓ, ആന്റണി. ആ, ഞാൻ നോക്കിക്കോളാം. ആന്റണിയുടെ ചോദിച്ച കേട്ടില്ലേ? ഒന്ന് രണ്ടിടത്ത് വെച്ച് ബ്രേക്ക് ട്രബിൾ വന്നിരുന്നു. വയർലെസ് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല?
സാറ് വഴക്ക് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച കുറെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോ അവൻ തന്നെ എന്തോ റിപ്പയർ ചെയ്ത് ഓടിച്ചു. പിന്നെ ഞങ്ങളെ കിടന്ന് പോകുന്നതാ. നിങ്ങൾക്ക് എവിടെ വെച്ച ആന്റണി മിസ്സായത്? ആന്റണിയുടെ വണ്ടി സ്കിട്ട് ചെയ്ത് വഴി കിടക്കുന്നത് ഞങ്ങൾ കണ്ട് വണ്ടി നിർത്തിയതാ. കുഴപ്പമൊന്നുമില്ലെന്ന് ഇവര് പറഞ്ഞു. അതല്ലേ ഞങ്ങളിങ്ങ് വിട്ടു പോകുന്നത്. അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആന്റണി, ആന്റണി, നായർ സാഹിബ് Thank you.
പോലീസിനെ കൊണ്ടുവന്നു കരുതി രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. वो भाग गया, मेरे आदमी को मार डाल के वो भाग गया। कौन? मेजर नायर। Wanted, dead or alive, Major N.B. Nair. Reward, rupees 10,000. മേജർ N.B. നായർ. നായരെ കൊന്നോ ജീവനോടെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10,000 രൂപ ഇനാം. എന്താടോ ദേവയ്യ, നോക്കുന്നോ? ഞാനും തരാം ഒരു 10,000. 10ഉം 10ഉം 20,000 രൂപ. സാറിന് എത്ര പേരെ വേണം? ഞാൻ പിടിച്ചു തരാം. നിങ്ങളൊക്കെ എന്താ മൂടിയായിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ആന്റണി വെറും ഒരു ഫ്രണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. എന്റെ അനുജത്തിയുടെ തോരാത്ത കണ്ണീരിന് കാരണക്കാരനായവനെ, അവളുടെ ജീവിതം തകർത്തവനെ 10 അല്ല 10,000 അല്ല, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാൻ വെറുതെ വിടില്ല. കുമാർ സാർ പറയും, ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ. ഊണിലും ഉറക്കത്തിലും കൂടെ ഉണ്ടായിരുന്ന നിരപരാധിയായ ഒരുത്തനെ ഇത്ര ക്രൂരമായി കൊല ചെയ്ത ആ നായര് വെറുതെ വിടണമെന്ന്. അതിന് നായർ എവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? പോലീസിന് പോലും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. നിങ്ങൾക്കറിയോ, 1971 ഇന്ത്യ പാക് വാറിൽ എല്ലാ റഡാറുകളുടെയും കണ്ണുവെട്ടിച്ച് ലോകത്തെ പോലും ഒരു നിമിഷം ഞെട്ടിച്ചുകൊണ്ട് കറാച്ചി പോർട്ടിൽ ഇന്ത്യ ബോംബിട്ടു. ദാറ്റ് വാസ് എ വൺ മാൻ ആർമി കമാൻഡോ ഓപ്പറേഷൻ. ദാറ്റ് കമാൻഡോ വാസ് നായർ, വൺ ഓഫ് ദി ബെസ്റ്റ് കമാൻഡോസ് ഇൻ ഇന്ത്യ. അയാൾ ഇവിടുത്തെ പോലീസുകാരെ എങ്ങനെ പിടിക്കാനാ? പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കേ സാധിക്കൂ. അതിർത്തി കടന്ന് പോയിട്ടുണ്ടെങ്കിലോ? അതുണ്ടാവാൻ വഴിയില്ല. കാരണം രൂപത്തിലും ഭാവത്തിലും നടപ്പിലും എടുപ്പിലും അടിമുടി പട്ടാളക്കാരനായ ഒരാൾ ഏത് അയൽ രാജ്യത്ത് ചെന്നാലും സംശയിക്കപ്പെടും. ചാരനെന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം. അത് മാത്രമല്ല, ഒരുപാട് സെന്റിമെന്റ്സ് നായർക്ക് ഈ മണ്ണിനോടുണ്ട്. അയാൾ കാശ്മീർ വിട്ടു പോവില്ല. എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഞാനിവിടെ ഇങ്ങനെ താമസിക്കുന്നത് നിനക്കും ഇവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്, റിസ്ക്കുമാണ്. ഒന്നുമില്ല, ദൈവമാണ് ഇവരെവിടെ എത്തിച്ചത്. മലയുടെ അങ്ങേ ചരിവില് ഈ മഞ്ഞില് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. നല്ല മനുഷ്യരാ.
കാശ്മീരിൽ വന്ന കാലം മുതലേ ഇവരെ എനിക്കറിയാം. ഇവിടെ താമസിച്ചാ മതി. ആരും അറിയില്ല, ആരും വരില്ല. വേണ്ട രാധേ, എന്നെ ഒളിപ്പിച്ചു വെച്ചതിന്, സംരക്ഷണം തന്നതിന് അവരുകൂടെ ശിക്ഷിക്കപ്പെടും. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. പേരും പടവും വെച്ച് നാടായ നാട് മുഴുവനും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പോലീസും അന്വേഷിക്കുന്നുണ്ട്. 2 കൊലപാതകങ്ങള്, ആന്റണി ആ കുമാറിന്റെ ആളും. പിന്നെയും എന്തൊക്കെയോ കുറ്റങ്ങൾ. മയക്കുമരുന്ന് കടത്തിയെന്നോ ചാരനാണെന്നോ. സാറ്റിലെ ട്രെയിനീസ് പോലും തെളിവെടുപ്പിന് അങ്ങനെ മൊഴി കൊടുത്തത്. ഇനി പോവുകയാണെങ്കിൽ കാശ്മീർ വിട്ടുപോണം. ആരും തിരിച്ചറിയാത്ത എങ്ങോട്ടെങ്കിലും. ഇല്ല, കാശ്മീർ വിട്ട് ഞാൻ പോവില്ല. മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കണം. എന്റെ സാവിത്രി അടക്കി ഇതേ മണ്ണിൽ കിടന്നു. പക്ഷേ അതിനു മുമ്പ് കുമാറിന്റെ കയ്യിൽ നിന്ന് എന്റെ പിള്ളേരെ രക്ഷിക്കണം. അവരെ വഴിതെറ്റിച്ചതിന്, എന്റെ ജീവിതം തകർത്തതിന്, പാവം ആന്റണിയെ കൊന്നതിന്, പിടിക്കപ്പെടുന്നതിന് മുമ്പ് കുമാറിനെ ഞാൻ കൊന്നിരിക്കും.